റെസ്റ്റോറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ, ദൈവമക്കളുടെ യഥാസ്ഥാനപ്പെടുത്തൽ. റെസ്റ്റോറേഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ. ദൈവം തൻ്റെ മക്കളെ അധികമായിട്ട് സ്നേഹിക്കുന്നു. ദൈവത്തിന് തൻ്റെ മക്കളോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. എനിക്ക് 2 മക്കളുള്ളത് കൊണ്ട് മറ്റ് പൈതങ്ങളെ കാണുമ്പോഴെല്ലാം ഞാൻ ചിലപ്പോൾ അവരെ മോനെ മോളെ എന്നൊക്കെ വിളിക്കാറുണ്ട്. അവരോടും എനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ സ്വന്തം മക്കളോട് തീർത്തും അധികമായ ഒരു സ്നേഹം നമുക്കുണ്ട്. അത് ഏതൊരു അമ്മയ്ക്കും അപ്പനുമുണ്ട്. അതുപോലെ തന്നെ ദൈവം സ്നേഹമാകുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്, അവൻ്റെ രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചു. എല്ലാം ശരിയാണ്, എല്ലാ സൃഷ്ടിയും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷെ ദൈവത്തിന് ഓമന മക്കളുണ്ട്. വേദപുസ്തകത്തിൽ നോക്കിയാൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം നോക്കിയാൽ ദൈവത്തിന് സ്നേഹമുള്ള വാത്സല്യ മക്കളുണ്ട്. അങ്ങനെ വാത്സല്യ മക്കളാകുന്ന ചിലർ, അതെങ്ങനെ അവരവർക്കറിയാം ഞാൻ ദൈവത്തിന് വിലപ്പെട്ടതാണ്. അതൊരു ചിന്തയിടുന്നത് നമ്മളല്ല, ദൈവം നമുക്ക് ഇട്ടുതരുന്നതാണ്. യാക്കോബിന് ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നു. അബ്രഹാമിന് ദൈവസ്നേഹം ഉണ്ടായിരുന്നു. ദാവീദ്, അനേക സഹോദരന്മാരുടെ നടക്കുന്ന ഒരാൾ, ദൈവസ്നേഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ ദൈവസ്നേഹമുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഒക്കുന്നു. ഒരു ഫേവറിറ്റിസം, ദൈവം ഗോഡ് ഈസ് നോ റെസ്പെക്ടർ ഓഫ് പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും തന്നെ സ്നേഹിക്കുന്ന മക്കളോട് ദൈവത്തിനൊരു പ്രത്യേക കരുതൽ ഉണ്ട്. മാറ്റമില്ലാത്ത സത്യമാണ്. 10 മക്കളുണ്ടെന്നിരിക്കട്ടെ, അതിലെല്ലാ മക്കളോടും അമ്മയ്ക്കും അപ്പന് സ്നേഹമുണ്ടെങ്കിലും ഒരു മകൻ പുറകെ നടന്ന് അമ്മയ്ക്ക് വേണ്ടതെല്ലാം കരുതി കൂട്ടി നോക്കിക്കണ്ട് ചെയ്യുക. അല്ലെ ഒരു മകള് അമ്മയ്ക്ക് വേണ്ടതെല്ലാം ആരും അറിയാതെ പുറകിൽ കൂടെ ചെയ്യുന്നുവെങ്കിൽ അറിയാതെ ഒരു സ്നേഹം അമ്മയ്ക്ക് ആ മകനോടും മകളോടും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ദൈവത്തിന് തൻ്റെ ജനതയോടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഐ ആം ടോക്കിംഗ് അബൌട്ട് റിസ്റ്റോറേഷൻ ഓഫ് ദ ചിൽഡ്രൻ ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് നഷ്ടപ്പെട്ട സകലതും എന്ന് തിരിച്ചു കൊടുക്കുന്ന ദിവസം. 2-3 പ്രാവശ്യം പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ വചനം വായിക്കുകയും ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് അറിയാതെ ജെറമയ 30-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നു. ജെറമയ 30 അധ്യായം എന്ന് പറയുന്നത് അത്ര വലിയ അധ്യായമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തമ്പുരാൻ ഒരു വാക്യം നമുക്ക് ഇങ്ങോട്ട് തരുമ്പോഴേ അതിന് പ്രത്യേക ശക്തിയുണ്ട്. ജെറമയ 30-നകത്ത് റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ ആൻഡ് ജൂഡ, അതായത് ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അധ്യായമാണ് ജെറമയ 30. അനേക മക്കളോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ്, ഈ മാസം ഈ ജൂലൈ മാസം വരെ, ജാനുവരി തൊട്ട് ജൂലൈ വരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ കിടക്കുന്ന പല ഭാരങ്ങൾക്കും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഉത്തരം അയക്കുകയാണ്. റെസ്റ്റോറിങ്, നഷ്ടപ്പെട്ട സകല അനുഗ്രഹമേ തിരിച്ചു വരിക. ദൈവം തമ്പുരാൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് വാങ്ങിച്ചെടുക്കാൻ തയ്യാറുള്ളവർക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ദൈവം ഇന്ന് കൊടുക്കുന്ന ദിവസമാണ്. എവിടെയൊക്കെയോ ഓടി നടന്നിട്ട് ഒന്നും കിട്ടാതെ പോയ ചില മനുഷ്യരോട് ദൈവം പറയുകയാണ്, ഇന്ന് വരെയുള്ള നിന്റെ ഓട്ടം നിർത്തിയിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധവീരനായിട്ട് നിനക്ക് മുൻപായിട്ട് പോയി കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ജൂലൈ വരെ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളോട് ഞാൻ വചനം അയക്കുകയാണ്. ജൂലൈ ടു ഡിസംബർ ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചെടുക്കാൻ തയ്യാറായിട്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ നമ്മൾ എപ്പോൾ ജാഗരിച്ചോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് ഉത്തരം അയക്കാൻ പോകുന്നു. ജെറമയായുടെ 30-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ മാത്രം. പ്രവാസികൾ, അതായത് ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് അകന്ന് പോയപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. എന്നാൽ ദൈവത്തിന് മനസ്സലിവ് തോന്നി. സ്നേഹിക്കുന്ന ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേലും യഹൂദയുമായി എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള സമയം വന്നിരിക്കുന്നു. അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് ഞാൻ അവരെ മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു പ്രവാസ ജീവിതമാണ് നമ്മുടെ എല്ലാ ജീവിതവും. പ്രവാസികളാണ്. ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലുള്ള പ്രവാസികളുടെ ഒരു കോൺഫറൻസ് പറയും, പ്രവാസികളെന്ന് പറയും.
നമ്മൾ ഈ ദേശത്തുനിന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രവാസികളാണ്. എന്നാൽ മനുഷ്യജനത മുഴുവനും പ്രവാസികളാണ്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വഹിക്കുന്ന ഒരു ജനതയാണ് ദൈവമക്കളെന്ന് പറയുന്നത്. ഇവിടെ പോയിന്റ് 1 ടു റിമെമ്പർ, അതായത് ക്രിസ്തുവിൽ ദൈവത്തെ കണ്ട വ്യക്തികളെയാണ് ഞാൻ വിശ്വാസികളെന്ന് ഉദ്ദേശിക്കുന്നത്. ഏത് സഭയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവാണ് വസിക്കുന്നത് എങ്കിൽ ഞാൻ അവരോടാണ് ഇന്ന് സംസാരിക്കുന്നത്. നിന്റെ പ്രവാസകാലം ഇതാ ഇന്ന് തീർന്നിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും ഞാനിന്ന് നിനക്ക് തിരിച്ചു തരാൻ പോവുകയാണ്. നിന്റെ പ്രവാസകാലം തീരുക തന്നെയല്ല, നിന്റെ പിതാക്കന്മാർക്ക്, അപ്പം പിതാക്കന്മാരെന്ന് പറയുമ്പം എൻ്റെ അപ്പൻ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. 2 തലമുറ 3 തലമുറ പുറകിൽ, അല്ലെ 7 തലമുറ പോയിട്ടുള്ള നഷ്ടങ്ങളെല്ലാം തിരിച്ചു തരാം. ഞാൻ പറയുന്നത് എൻ്റെ പിതാക്കന്മാർക്ക്, അബ്രഹാം തൊട്ട് അബ്രഹാമിന് കൊടുത്ത സകല അനുഗ്രഹങ്ങളും ഇന്ന് ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയായിട്ട് നീ മാറിയിരിക്കുന്നതിനാൽ, എങ്ങനെ മാറി? ക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ നിന്റെ ആത്മാവ് ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ നഷ്ടപ്പെട്ട സകല അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ പറയുകയാണ്, ഐ എം ഗിവിങ് ബാക്ക് ടു യു. അപ്പം ദൈവം ഒരാൾക്ക്, ഇത് മുടിയനായ പുത്രൻ്റെ കഥ എടുത്ത് നോക്കാമെങ്കിൽ മുടിയനായ പുത്രന്, നമ്മൾ മുടിയനായ പുത്രനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിതാവിന് 2 മക്കളാണുള്ളത്. ഒന്ന് മൂത്ത മകൻ, രണ്ടാമത്തേത് മുടിയനായ പുത്രൻ. മുടിയനായ പുത്രന് ഒരു സമയത്ത് തോന്നി പിതാവിൻ്റെ കൂടുതലുള്ള ജീവിതം മടുത്തു, ഇനി എന്നാൽ എൻ്റേതെല്ലാം കൂടെ എടുത്തുകൊണ്ട് എനിക്ക് വേറെ സ്വത്തുണ്ടാക്കാം, എനിക്ക് സ്വന്തമായൊരു ജീവിതം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇളയ മകൻ അപ്പനോട് പറഞ്ഞു, എനിക്കുള്ള സമ്പത്ത് തന്നേക്ക്, ഞാൻ പൊക്കൊള്ളാന്ന്. പിതാവിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവന് തന്നെ പോകണമെന്നൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച്, അനുഭവിച്ചറിയട്ടെ എന്ന് വിചാരിച്ച് സ്വത്ത് കൊടുത്തു വിടുകയാണ്. അവൻ പോയി ദൂർത്തടിച്ച് സകലം നഷ്ടപ്പെട്ടിട്ട് അപ്പൻ ആരെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്നു. മൂത്ത മകൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കൂടെ താമസിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന്, അല്ലെ പിതാവിൻ്റെ സ്നേഹം എന്തെന്ന് അറിയാതെ സകലതും അവൻ്റെ കഴിവ് കൊണ്ട്, സൂക്ഷ്മത കൊണ്ട്, അവൻ്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ നല്ല മകനാണ്, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ അപ്പൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അവൻ്റെ മനസ്സും ദൈവത്തോട് ചേർന്നിട്ടില്ല, അല്ലെ അപ്പനോട് ചേർന്നിട്ടില്ല. അത് 2 പേരും അവിടെ നിൽക്കെ ഒരു നിബന്ധനയുമില്ലാതെ സ്നേഹിക്കുന്ന ഒരു പിതാവ് അവൻ്റെ അപ്പൻ്റെ മക്കളോട് പറയുന്നു, ഈ സമ്പത്ത് മുഴുവനും നിൻ്റേതല്ലേ, ഇതിൽ എന്ത് വേണമെങ്കിലും എടുത്ത് അനുഭവിക്കരുതോ, നിനക്ക് തന്നിരിക്കുകയല്ലേ. ഇത് തന്നെയാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. ഭൂമി മുഴുവനും, ഭൂതലം മുഴുവനും, ഗാലക്സി മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവ മക്കൾക്ക് വേണ്ടിയാണ്. അത് ഏറ്റെടുക്കാൻ കഴിവുള്ള മക്കളിപ്പോൾ ഇല്ല, അത് വാങ്ങിച്ചെടുക്കാൻ പ്രാപ്തരായ യോദ്ധാക്കളില്ല. ആ ക്രിസ്ത്യാനിയായിപ്പോയി, അവനിനി എന്തെങ്കിലും സുവിശേഷത്തിന് പോയിക്കോ, അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. സുവിശേഷത്തിന് പോകുന്നു എങ്കിലും ഡു ദ എക്സലന്റ് വർക്ക്. പഠിക്കാൻ പോകുന്നെങ്കിലും ബി ദ ടോപ്പ് പേഴ്സൺ. ബിസിനസ്സിന് പോകുന്നതിലും എക്സൽ ഇൻ ദാറ്റ് ബിസിനസ്. ഏത് കാര്യം ചെയ്യുന്നതിലും ഞാൻ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ട സകല അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ ഇതാ തിരിച്ചറിയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഈസ് ദാറ്റ് നമ്മുടെ മേലുള്ള മേൽക്കോയ്മ, പിശാചിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടൻ്റെ കർത്തൃത്വം ഒടിച്ചു മാറ്റുകയാണ്, നുകമൊടിച്ചു മാറ്റുന്നു. ദൈവം പറയുന്നത്, ഐ വിൽ ബ്രേക്ക് ദ യോക്ക് ഓഫ് യുവർ നെക്ക്, ടെയർ ഓഫ് യുവർ ബോൺസ് ആൻഡ് നോ മോർ എൻസ്ലേവിങ്. അതായത് ഇന്ന് വരെ ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അനുഭവിക്കാതെ പിശാചിൻ്റെ അടിമത്വത്തിൽ കഴിയുന്ന അനേക ജനതയോട് ദൈവം തമ്പുരാൻ പറയുകയാണ്, നിന്റെ കടച്ചീട്ട് ഞാൻ വാങ്ങിച്ച് വലിച്ചു കീറി കളഞ്ഞിരിക്കുന്നു. കടച്ചീട്ടെന്ന് പറയുമ്പോൾ ഒന്നിൽ പാപത്തിൻ്റെ ആയിരിക്കും. ഇതുവരെ ജീവിച്ച രീതിയിലുള്ള പാപങ്ങൾ കുന്നുകൂടിയിരിക്കുന്നത് കർത്താവ് പറയുകയാണ്. ആ പേപ്പറും കൊണ്ടാണ് പിശാച് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അതെ, ഞാനത് വാങ്ങിച്ചെടുത്ത് ഇന്ന് വലിച്ചു കീറി തീയിലിട്ട് കരിച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി അവനത് പറയുവാൻ അവകാശമില്ല. അനേകർ ജീവിതത്തിൽ മടുത്ത് തോറ്റ് ഇനി ഒന്നും മുൻപോട്ട് പോകാൻ ഒക്കത്തില്ല എന്ന് കടബാധ്യം കൊണ്ടാകാം, രോഗം കൊണ്ടാകാം, വിവാഹ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം, മക്കളുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഘടത കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല പല ഭാരങ്ങളിൽ കൂടെ കഴിയുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ നുകം ഞാൻ ഇന്ന് ഒടിച്ച് കളഞ്ഞിരിക്കുന്നു. കാരണം നുകം അവൻ ക്രൂശിന്മേൽ ഏറ്റെടുത്തു. ആ ക്രൂശിന്മേൽ ഏറ്റെടുത്തോടുകൂടി നമ്മുടെ നുകം അവൻ ഒടിച്ചു കളഞ്ഞിട്ട് നമ്മളെ സ്വതന്ത്രമാക്കി വിടുകയാണ്.
സ്വതന്ത്രമാക്കി വിടുമ്പോൾ ഒന്നറിയേണ്ടത് മക്കളെന്നുള്ള പദവിയിലേക്ക് കയറാൻ തക്കവണ്ണം നമ്മളെ അറിഞ്ഞിരിക്കണം. വചനം വ്യക്തമായിട്ട് പറയുന്നു, യഹോവ ഇസ്രായേലിനെയും യഹൂദയും കുറിച്ച് അരുളി ചെയ്യുന്ന വചനം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാം നടുക്കത്തിൻ്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമില്ല. ഭയമത്രേ ഉള്ളത്. പലർക്കും അതല്ലേ ഈ അവസ്ഥ. നടുക്കവും ഭയവും കൊണ്ട് ഇടതോട്ടോ വലതോട്ടോ തിരിയേണ്ടത് എങ്ങനെന്നറിയാതെ വിഷമിക്കുന്നവരോട് ദൈവം പറയുകയാണ്, ഞാൻ ഇന്ന് നിങ്ങളുടെ അവസ്ഥ മാറ്റുകയാണ്. വിശ്വസിക്ക്, ദൈവം ഇന്ന് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ മക്കളുടെ അവസ്ഥ മാറ്റുന്ന ദിവസം, ടേൺ അറൗണ്ട്. എങ്കിലും അവൻ, അത് യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അന്ന് ഞാൻ അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിപ്പിക്കയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവം പറയാണ്, ദുഷ്ടൻ ഇനി നിന്റെ മക്കളെ കൊണ്ട് കഷ്ടപ്പെട്ട് സ്ലേവിഷ് ജോലി ചെയ്യിപ്പിക്കത്തില്ല. നമ്മൾ ഫ്രീ ആകുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്താണ് ഒരു സ്വാതന്ത്ര്യം തരുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇരുട്ടിൽ കുണ്ടറയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് പെട്ടെന്ന് സൂര്യപ്രകാശം കാണിച്ചാൽ അവന് കാണാൻ സാധിക്കത്തില്ല, കാരണം അവൻ്റെ കണ്ണ് അതിന് യൂസ്ഡ് അല്ല. അങ്ങനെയാണ് പലരും പാപത്തിന് അടിമയായിട്ട് ഇരിക്കുന്നവരെ ദൈവം ഇന്ന് പിടിച്ചു മാറ്റി വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുക. അനേക മക്കൾക്ക് വേണ്ടി ഇതാ വചനം അയക്കുകയാണ്. ഇരുട്ടിൽ കിടന്ന് ഭാരത്തിൽ കിടന്ന് വേദനിക്കുന്നവരെ ദൈവം പറയുന്നു, ഞാൻ ഇന്ന് നിങ്ങളുടെ നുകം ഒടിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ കൈക്ക് പിടിച്ച് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ശക്തിയുള്ള ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നോബഡി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ആർക്കും അത് തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇന്നൊരു ദിവസമുണ്ട് എങ്കിൽ, നൗ ഈസ് ദ ടൈം. ഇന്നൊരു ദിവസമുണ്ട് എങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപേ പല കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ വെളിച്ചം ഇതാ കടന്നു വന്നിട്ട് പിശാചിൻ്റെ നുകം ഒടിച്ചു കളഞ്ഞ് സ്വതന്ത്രമാക്കുന്ന ദിവസമാണ്. പലരും പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുന്നവർ ഈ പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞേച്ച് വചനം കേട്ട് കഴിഞ്ഞേച്ച് പറയും, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അനേക മക്കളെ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് സ്വീകരിച്ചു എന്ന് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വിളിച്ചു പറയാറുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? വചനം അയക്കുമ്പോൾ ദൈവശക്തിയാണ് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ ശക്തിയേറിയ വചനം പറയുവാൻ ആര് മുതിരുന്നുവോ അവർക്ക് ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പ്രയാസത്തിൻ്റെ, അതായത് തീയുടെ കനലിൻ്റെ മുകളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ വിളിച്ചു പറയുന്നത്. പക്ഷെ ആ വിളിച്ചു പറയുന്ന വചനത്തിന് ശക്തിയുണ്ട്. അനേകരെ ദൈവം പിടിച്ചു മാറ്റി തൻ്റെ ബലമുള്ള കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചിട്ട് ഇരുട്ടിൽ നിന്ന്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുതലാക്കി സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. മകളെ, ഞാൻ നിന്നെ പുതിയ അങ്കി ഉടുപ്പിക്കുകയാണ്. നിന്റെ ജീർണവസ്ത്രം ഉരിഞ്ഞു കളയുക. അതിന് പലരും ഞാൻ കാണുന്നു, വെള്ളവും സോപ്പും കൂടെ പിടിച്ച് കർത്താവ് നിൽക്കുകയാണ്. ജീർണവസ്ത്രം ഊരിക്കളഞ്ഞിട്ട് ചകിരിയിട്ട് തുടച്ച് തൂത്ത് സോപ്പിട്ട് കഴുകി വെള്ളമൊഴിച്ച് തോർത്തിട്ട് തുടച്ച് പുതിയ വസ്ത്രം ഇതാ ഉടുപ്പിക്കുന്നു. ദൈവം അത് ചെയ്യുകയാണ് ഇപ്പോൾ. കാരണം ദൈവവചനത്തിന് ശക്തിയുണ്ട്. അനേക മക്കൾ നിരാശയിലിരിക്കുന്നവരോട് പറയുകയാണ്, ഞാൻ മതിയാകുന്നവനാണ്. ഞാൻ നിന്നെ ഇതാ പ്രവാസജാലം തീർത്ത് സ്വതന്ത്രകാലത്തിലേക്ക് ആക്കിയിരിക്കുന്നു. ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേലേ, നീ ഭ്രമിക്കണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്ത് നിന്ന്, നിന്റെ സന്തതിയെ പ്രവാസദേശത്ത് നിന്ന് രക്ഷിക്കും. സ്നേഹിക്കുന്നൊരു ദൈവം. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായിരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് തന്നെയാണ് യെശയ്യാ 41:10 പറയുന്നത്. ഭയപ്പെടേണ്ട. പല വചനം പറയുന്ന, വചനം പഠിപ്പിക്കുന്ന പല പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ഞാൻ ചെന്ന് ഈ വചനം കാണാതെ പഠിപ്പിക്കാറുള്ള ഒന്നാണ് യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. പുഴുവായ യാക്കോബേ, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവമില്ലെങ്കിൽ നമ്മളെല്ലാം പുഴുക്കളാണ്. പക്ഷെ ഇന്നൊരു നട്ടല് തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ ശക്തിയാൽ ദൈവം പറയാണ്, ഞാൻ നിന്നെ ഇന്ന് സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുന്ന ദിവസമാണ്. അതാ പറയാണ്, ഐ ആം വിത്ത് യു ആൻഡ് ഐ വിൽ സേവ് യു. നോ വൺ വിൽ മേക്ക് യു അഫ്രൈഡ്. ഐ ഹാവ് പണിഷ്ഡ് യു ബട്ട് ഫോർ എ റീസൺ, ബിക്കോസ് ദെയർ വാസ് സിൻ ഇൻ യു. പാപമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ശിക്ഷിച്ചത്. പക്ഷെ ഇന്ന് ഞാൻ കഴുകി കഴിഞ്ഞതിനാൽ ഇനിമേൽ നിന്റെ മേൽ പാപമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ഉപദ്രവിച്ചവരെ എല്ലാം ഞാൻ ഇനി തൊട്ട് അവരുടെ മേൽ സന്ദർശിക്കാൻ പോവുകയാണ്.
കർത്താവിൻ്റെ പറയുന്നു, നിന്നെ കവർച്ച ചെയ്യുന്നവരെയൊക്കെയും ഞാൻ കവർച്ചയ്ക്ക് ഏൽപ്പിക്കും. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആര് തിരിഞ്ഞു നോക്കാതെ സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് പറയാണ്, ആരെല്ലാം നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവരെ ഞാൻ ഇന്ന് സന്ദർശിക്കുകയാണ്. ആര് നിനക്കെതിരായിട്ട് നിൽക്കുന്നുവോ അവരെ ഞാൻ നിന്റെ അടിമയാക്കാൻ പോവുകയാണ്. കർത്താവ് പറയുന്നത്, ഐ വിൽ റിസ്റ്റോർ ടു യു ദ ഹെൽത്ത്, ഐ വിൽ റിസ്റ്റോർ ടു യു ദ വെൽത്ത്, ഐ വിൽ ഹാവ് കമ്പാഷൻ ഓൺ യു. അതായത് ഞാൻ നിനക്ക് എൻ്റെ രോഗസൗഖ്യദാനം തരുന്നു, നിന്റെ ശരീരത്തെ ഞാൻ പുഷ്ടിപ്പെടുത്തുന്നു. 2, ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധിയാക്കുകയാണ്. സമ്പത്ത് കൊണ്ടും അനവധി അനുഗ്രഹങ്ങളാലും ഞാൻ നിന്നെ സമ്പന്നയാക്കാൻ പോകുന്നു. 3, ദൈവം പറയുന്നു, എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയിരിക്കുന്നു. എപ്പോഴാണ് ഇത് പറയുന്നതെന്നറിയാമോ? 2 പ്രാവശ്യം 2 എപ്പിസോഡ് സ്നേഹത്തെക്കുറിച്ച്, പ്രാർത്ഥനയാകുന്ന സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം ദൈവത്തിന് മിണ്ടാതിരിക്കാൻ വയ്യ. അന്നേരം ദൈവം പറയുകയാണ്, ഇത് ഞാൻ സംസാരിക്കുന്നു നിന്നോട്. എങ്ങനെ? വചനത്തിൽ കൂടെ. ഞാൻ പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നഷ്ടപ്പെട്ടതായ സ്നേഹം ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു. നിന്റെ മക്കളെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. നീ എനിക്ക് മാന്യനും വിലയേറിയവനുമാകയാൽ ഞാൻ നിനക്ക് പകരം ജാതികളെ ഞാൻ എടുക്കും. ആർക്കോ ദൂത് വരുന്നു. നീ എനിക്ക് മാന്യനും വിലയേറിയവനുമാകയാൽ ഞാൻ നിനക്ക് പകരം ജാതികളെ എടുക്കും. നടക്കട്ടെ കർത്താവേ, നടക്കട്ടെ. അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ. ആമേൻ. അങ്ങനെ തന്നെയാണ് ഞാനും പറയുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും? കർത്താവേ, ഈ സങ്കീർത്തനം 91 പറയുന്നുണ്ട്, ഇതൊക്കെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് ജീവിതത്തിലെ വചനം ജീവനായി മാറുന്നത്. കർത്താവ് വചനത്തിൽ പറയുന്നു, നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലതുവശത്തെ 10,000 പേരും വീഴും, എങ്കിലും ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. പീരിയഡ്. എന്താ പറഞ്ഞത്? നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലതുവശത്തെ 10,000 പേരും വീഴും, എങ്കിലും ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. ആരാ പറയുന്നത്? ദൈവം തമ്പുരാൻ. 91 വേറൊരിടത്ത് പറയുന്നില്ലേ? ദൈവം എത്രയോ മനോഹരമായിട്ട് ഈ 91 തന്നെ ദൈവം തമ്പുരാൻ ഒരാളോട് പറഞ്ഞു 6 മാസം വായിക്കാൻ. അത് കേട്ട പിന്നെ ഈ 91 എടുക്കുമ്പോഴല്ലേ എനിക്കൊരു റെവറൻഷ്യൽ ഫിയറാണ്, ഒരു ചെറിയ ഭയത്തോടുകൂടിയാണ് ഞാൻ ഈ 91 എപ്പോഴും വായിക്കുന്നത്. അതാ പറയുന്നത്, അത്ര ശക്തിയുള്ള മർമ്മങ്ങളാണ് ഈ 91 എഴുതിയിരിക്കുന്നത്. 91 പറയുന്നത് എന്താണ്? ദൈവം പറയാണ്, അതാ പറയുന്നത് 7 പറയുന്നു, നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലതുവശത്തെ 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അങ്ങനെയാണ് വചനത്തിലിരിക്കുന്നത്. ദൈവം എന്നോട് സംസാരിച്ച് എങ്ങനെയാണ്? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ദിസ് ഈസ് ഹൗ. ദൈവം വചനത്തിൽ കൂടെ തന്നെ സംസാരിക്കും, പക്ഷെ അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് മാറ്റി, അല്പം ഒന്ന് മാറ്റിയ ചെയ്യാൻ പറഞ്ഞു, ഒറ്റ ശത്രു നിന്റെ മുമ്പിൽ നിൽക്കത്തില്ലെന്ന്. കർത്താവ് എൻ്റെ മുമ്പിൽ പറയുന്നൊരു ഭാഗമുണ്ട്, വളരെ മനോഹരം. രാത്രിയിലെ ഭയത്തെയും, നമുക്ക് ഭയമായി, ഇരുട്ടത്താണല്ലോ ദുഷ്ടൻ്റെ പ്രവർത്തനം കൂടുതൽ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. പിന്നെങ്ങനെയാ വല്ലവരും നമ്മളെ വന്ന് വെട്ടുന്നതും കൊല്ലുന്നതും? ചിന്തിച്ചിട്ടുണ്ട് ഇത് ആഴമായിട്ട്? ഏതാണ്ട് 4 പ്രാവശ്യമായിട്ടാണ് പറയുന്നത്. 4 കാര്യം. രാത്രിയിലെ ഭയത്തെയും, രാത്രിയിലാണല്ലോ ദുഷ്ടൻ കള്ളനും വരുന്നത്, അവന് കള്ളന് വന്നു കാരണമെങ്കിൽ രാത്രിയിലെ ഭയം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. പകല് പലപ്പോഴും അസ്ത്രം വന്ന് കൊണ്ടിട്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. വെള്ളത്തിൽ കുളിക്കാൻ കുഞ്ഞുങ്ങൾ ഇറങ്ങും. കുഞ്ഞുങ്ങളുടെ ബുദ്ധി അല്പം വെള്ളത്തിൽ വീണ ഏതൊരു വ്യക്തിയും, ഒന്ന് ഞാൻ പറയട്ടെ, ഈ സന്ദർഭങ്ങളിൽ ഇത്രയും വെള്ളമുള്ള ഒരു ദേശത്ത് കുഞ്ഞുങ്ങളെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ എത്ര അമ്മയപ്പന്മാരാണ് ബന്ധപ്പെടുന്നത്? വെള്ളത്തിൽ വീണാൽ പൊങ്ങ് പോലെ നമ്മളെല്ലാവരും പൊങ്ങിക്കിടക്കും, അനങ്ങാതെ കിടക്കാമെങ്കിൽ. ആരെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടോ? ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം, വെള്ളത്തിൽ നമ്മൾ ചെന്നിട്ട് ഒട്ടും ശക്തിയില്ലാതെ നമ്മൾ നിവർന്ന് മുകളിലോട്ട് കിടക്കാമെങ്കിൽ നമ്മൾ പൊങ്ങി തന്നെ കിടക്കും, നമ്മൾ വീഴത്തില്ല. ദാറ്റ്സ് കോൾഡ് ഫ്ലോട്ടിങ്. ഇറ്റ് ഈസ് നാച്ചുറൽ ലോയാണ്. നമ്മൾ അനങ്ങാതെ വെള്ളത്തിൽ കിടന്നാൽ മേളിൽ കിടന്നത് പൊങ്ങി ഇങ്ങനെ നീടുക്കും. നമ്മൾ ഒരു കാലോ കയ്യോ താഴ്ത്തുമ്പോഴേ അത് നമ്മൾ വീഴത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കമ്പ് കിടക്കുന്ന പോലെ നമ്മൾ കിടക്കും. അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കാൻ കഴിവുള്ള ഒരു ശരീരമാണ് പലരും വെള്ളത്തിൽ കൊണ്ട് ചത്തുപോകുന്നത്. എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയോ മാറിപ്പോയി.
ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനം പറയുന്നു, നീ വെള്ളത്തിൽ വീണാൽ വെള്ളം നിന്നെ വിഴുങ്ങത്തില്ല എന്ന് വചനം പറയുന്നു. പക്ഷെ വചനം വെച്ച് പ്രാർത്ഥിക്കാതിരുന്നാൽ, ഈ നമ്മുടെ വീട്ടിൽ ഈ പുസ്തകം നിറച്ച് ദൈവവചനമാണ്, ഇത് എടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? എൻ്റെ വീട്ടിൽ ഒരു അലമാരി നിറച്ച് പണമിരിക്കുന്നെന്ന് വിചാരിക്കുക, അത് കൂട്ടി താക്കോലെടുത്ത് എറിഞ്ഞു കളഞ്ഞാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. പക്ഷെ ആ താക്കോല് കയ്യിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ അത് തുറന്നെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ആ കടലാസുകൾ ആവശ്യമുള്ള ഒരു വസ്തുവായിട്ട് മാറുന്നത്, പണമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അത് കടലാസിൻ്റെ വിലയുള്ളൂ. അതുപോലെ തന്നെയാണ് ദൈവവചനം വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഇവ ഓരോന്നും നമ്മൾ എടുത്ത് വാഗൊണ്ട് പറയുന്നില്ല എങ്കിൽ ഇതിന് ശക്തിയില്ല. എടുത്തു പറയണം. 91 എടുത്ത് 6 മാസം ചൊല്ലാൻ ദൈവം പറഞ്ഞെങ്കിൽ ഞാനും അതാ പറയുന്നത്, 6 മാസം 91 തന്നെ എടുത്ത് ചൊല്ല്. കർത്താവ് പറയുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, അത് വെള്ളമാണെന്നില്ല, ദുഷ്ടാത്മാക്കൾ പെട്ടെന്ന് നമ്മളെ വന്ന് വ്യാപരിക്കുന്നതാകാം, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നമ്മൾ അറിയാത്ത വിധത്തിൽ നമ്മുടെ ബുദ്ധി മന്ദിപ്പിക്കുന്നതാകാം. അപ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരു മഹാമാരി ഉണ്ട്, അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ് പറയുന്നത്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും. അപ്പോൾ ഉച്ചയ്ക്കും ഇവൻ നടക്കുന്നുണ്ട്. ചിലർ പറയും രാത്രി മാറിയല്ലോ പകലാണ്, പക്ഷെ ഇവിടെ വേദപുസ്തകത്തിൽ എഴുതിക്കുന്നു ഉച്ചയ്ക്കും നശിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. എന്തുകൊണ്ടാ? ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ പേര് എൻ്റെ നെറ്റിമേൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അനേകം മക്കളുടെ നെറ്റിമേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വത്ത് എന്ന് എഴുതുകയാണ്. അറിയാമോ? കർത്താവിൻ്റെ വകയാണെന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ദുഷ്ടൻ തൊടുകയില്ല. ഞാൻ അമ്മയപ്പന്മാരോട് പറയുകയാണ്, വീട്ടിൽ ചുമ്മാതിരുന്ന് മറ്റുള്ളവരുടെ കുറ്റവും കണ്ടുപിടിച്ച് മക്കളുടെ ബലഹീനതയെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാതെ സമയമെടുത്ത് വേദപുസ്തകത്തിലെ വായിച്ചിട്ട് അവനവൻ്റെ മക്കളുടെ പേര് പറഞ്ഞ് എൻ്റെ മകനെതിരായിട്ട് അല്ലെങ്കിൽ യാക്കോബിനെതിരായിട്ട് ഈ രാത്രിയിലുള്ള ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് പേടിപ്പാനില്ല. അതിൻ്റെ അടുത്ത വാക്യം, വശത്തെ 1000 പേരും എൻ്റെ വലതുവശത്തെ 10,000 പേരും വീഴും, എങ്കിലും ഒരു ബാധയും ഒരു ദുഷ്ടനും എൻ്റെ മക്കളുടെ അടുക്കത്തില്ല. പറഞ്ഞു നോക്ക്. റെസ്റ്റോറേഷൻ. ദൈവം തിരിച്ചു തരുമ്പം സമൃദ്ധമായ ഒരു ജീവനെയാണ് തരുന്നത്, ഒരു നല്ല ബുദ്ധിയാണ് തരുന്നത്. കർത്താവ് ഉപദേശിച്ചു തരും, ഇനി തൊട്ട് ഇന്നു മുതൽ എന്ത് ചെയ്യണമെന്ന്, ഏത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ വേദനിക്കുന്ന പലരോടും ദൈവം തമ്പുരാൻ പറയാണ്, വെള്ളത്തിനകത്ത് ഞാൻ ഇഷ്ടം പോലെ മത്സ്യങ്ങളെ വെച്ചിട്ടില്ലേ, പിടിച്ചിട്ട് കുറച്ച് വിറ്റ് കാശുണ്ടാക്ക്. കാട്ടിനകത്ത് ഞാൻ ഇഷ്ടംപോലെ വൃക്ഷം വെച്ചിട്ടില്ലേ, കുറച്ച് വൃക്ഷങ്ങൾ നിങ്ങളുടേതാക്കിയെടുക്ക്. ഇങ്ങനെ ഓരോ സമ്പത്തും ഭൂമിയിൽ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിൻ്റെ മക്കൾക്ക് അനുഭവിക്കേണ്ട സമയത്ത് അവനത് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുതരും. പക്ഷേ ജാഗരിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കത്തുള്ളൂ. വീണ്ടും പറയുന്നുണ്ട്, ജെറമയ 30 അധ്യായം വീട്ടിൽ ഇരുന്ന് വായിക്കണം. നല്ല ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയം തുറക്കും. അരമന യഥാസ്ഥാനപ്പെടും, അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ മഹത്വീകരിക്കുമെന്ന്. കർത്താവ് പറയുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കുന്നു. നഗരം അതിൻ്റെ പൽക്കുന്നിൽ പണിയപ്പെടും, അരമന യഥാസ്ഥാനപ്പെടും. ദ പാലസ് വിൽ സ്റ്റേ ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഒരു കൊട്ടാരം ദൈവം തരുന്നെന്ന്. ദൈവവചനം ഉൾക്കൊള്ളാൻ കഴിവുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഈ 30, 31 അധ്യായവും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഒരു നിറവാണ്. കർത്താവ് പറയുന്നു, ഞാൻ യഹോവയുടെ അരുളപ്പാട്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഒന്ന് മനസ്സിലാക്കണം, ക്രിസ്തു അല്ലാതെ വേറൊരാൾ നമ്മളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ല. ക്രിസ്തു പറയുന്നു, എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്, എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിറയ്ക്കുകയാണ്. ആത്മാവ് നിറഞ്ഞു കഴിയുമ്പം ഈ ഭൂമിയിലുള്ള ഒന്നിനെക്കുറിച്ച് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യം വരത്തില്ല. കാരണം ജയിച്ചവനായ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ദൈവം നിങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ദിവസമാണ്. അനേക അനുഗ്രഹങ്ങളുടെ ഒരു നദി എന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരട്ടെ. എല്ലാ ഭാരങ്ങളും മാറ്റിയെടുക്കുന്നവനായ ദൈവം പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, ചോദിച്ചുകൊള്ളുക, ഞാനത് തരുമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൻ്റെ വായിൽ നിന്ന് വീണ ഓർഡർ, വചനം, എഡിക്റ്റ് ആകയാൽ അത് സംഭവിക്കും. ഞങ്ങൾക്ക് തന്നെയല്ല, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ദൂരെ ഇരിക്കുന്നവർക്ക് അവരുടെ പ്രവാസകാലം തീർന്നിരിക്കുന്നു. തീർന്നു എന്ന് അപ്പച്ചനാ പറഞ്ഞു, തീർന്നിരിക്കുന്നു. വീണ്ടും അപ്പച്ചൻ പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ ശക്തീകരിക്കും. ഞാനാണ് നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി ദൈവമേ ശത്രുവിനെ എടുത്തു മാറ്റും. ഇന്ന് വരെ നിന്നെ ഉപദ്രവിച്ചവർ നിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തും. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. കർത്താവേ, നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി അനേക മക്കളുടെ മുമ്പിൽ, നീ ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ശത്രുവിനെ കൊല്ലുവാനല്ല, ശത്രുവിൻ്റെ മുൻപിൽ നീ മേശയൊരുക്കുന്നു കർത്താവേ. അതേ കർത്താവേ, നീ പലപ്പോഴും എല്ലാവർക്കും ഇലയിടും, എല്ലാവരുടെ മുമ്പിൽ കറി വിളമ്പും. പക്ഷേ ചോറ് നേരെ കൊടുക്കുന്ന സമയമാകുമ്പോൾ ശത്രുവിൻ്റെ ഇല നീ തന്നെ മടക്കി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കൾ സന്തോഷിക്കുമെന്നും അവിടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവത്തിൻ്റെ ആരവം അവിടെ ഉണ്ടാകുമെന്ന് നീ ഇന്ന് വാഗ്ദത്തം തന്നിരിക്കുന്നു. നിന്നെ വിട്ടുപോകാതെ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ ദിവ്യ സ്നേഹം കൊണ്ട് അവരെ നീ ആകർഷിക്കണമേ. മരുഭൂമിയിൽ നീ വെച്ച് അവരോട് സംസാരിക്കണമേ ഹൃദ്യമായിട്ട്. കർത്താവേ, നിൻ്റെ സ്നേഹം പകരുമ്പോൾ തേനിലും തേൻകട്ടയിലും മധുരമായ നിൻ്റെ ആത്മീയ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറച്ചിട്ട് ലോകപ്രകാരമായ കൺമോഹം, ജഡമോഹം, ജീവന പ്രതാപത്തിലേക്ക് ഓടി നടക്കാതെ നിത്യമായ നിൻ്റെ ആത്മാവിൽ നിറച്ചു നിന്ന് അനേകർക്ക് വെളിച്ചമായിട്ട് പ്രകാശമായിട്ട് നിൽക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. വില കുറവുമുണ്ടെങ്കിൽ രക്തത്താലെ കഴുകി പാപത്തെ വെറുക്കുന്ന ഒരു സ്വഭാവം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാഗ്രഹം കർത്താവ് ഇട്ടുതരണമേ. നല്ല വിത്ത് നല്ല സ്ഥലത്ത് വീഴട്ടെ. അത് 100 മേനിയായിട്ട് 60, 30 മേനിയായിട്ട് വർദ്ധിക്കുമെന്ന് നീ പറഞ്ഞല്ലോ. നീ മുന്തിരിയും ഞങ്ങൾ വള്ളികളുമായി മാറട്ടെ അപ്പച്ച. നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങളിൽ നിന്നുണ്ടാകരുതേ. മൂടി മറയ്ക്കണമേ, നീ ഞങ്ങളെ മൂടി മറയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദുഷ്ടൻ്റെ ജലസിയുടെ കണ്ണുകളെ നീ ഇപ്പോൾ ഇതാ കരിച്ചു കളയുന്നു. ഭയത്തിൻ്റെ ആത്മാവിനെ വെട്ടിമാറ്റുന്നു. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെ ആത്മാവിനെ നീ തന്നിരിക്കുന്നു കർത്താവേ. നീ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്നതിന് നന്ദി പറയുന്നു. നാഥ, തിരുസന്നിധിയിൽ ഇരിക്കുന്ന അല്പസമയം വേറെ 1000 ദിവസത്തെക്കാട്ടി നല്ലതെന്ന് നീ പറഞ്ഞല്ലോ കർത്താവേ. അങ്ങനെ നിൻ്റെ തിരുനിവാസത്തിൽ ഇരിക്കുവാൻ ഞങ്ങളെയും ഇത് എൻ്റെ വചനം കേൾക്കുന്ന അനേക മക്കളെയും അവരുടെ കുടുംബങ്ങളെയും നീ അനുഗ്രഹിച്ചതിന് നന്ദി. മാറ്റമില്ലാത്ത രക്തത്താൽ ഇത് സീൽ ചെയ്ത് കൊടുക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.